ഓപ്പറേഷനാണെന്ന് പറഞ്ഞതായിരുന്നു. അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ അമ്മേനെ കൂട്ടി കൊണ്ടുവന്നു. അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാല് അമ്മയുടെ കൽപ്പന കേട്ട് കഴിഞ്ഞാൽ മാറി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മേനെ കൂട്ടി ഇങ്ങോട്ട് വന്നു. അമ്മേനെ കൂട്ടി ഇവിടെ വന്നതിന് ശേഷം അമ്മേന്റെ കൽപ്പന വന്നതിന് ശേഷം അതൊക്കെ മാറി. പിന്നെ ഞങ്ങള് ഓപ്പറേഷന് വേണ്ടിട്ട് അമ്മയ്ക്ക് വാശി പിടിച്ചു പോണെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടു. അവിടെ പോയിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഗർഭാശയത്തിൽ മുഴയില്ല, കാര്യങ്ങളൊന്നും. ശരിയാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഉള്ളത് മണ്ണാർക്കാട് ആണ്ടിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു അമ്മേ ദേവി ക്ഷേത്രമുണ്ട്. കൽപ്പനകൾ ചൊല്ലിയിട്ട് കാര്യങ്ങൾ മുഴുവൻ മഹാലക്ഷ്മി ദേഹത്ത് കയറി കാര്യങ്ങൾ മുഴുവൻ പറയണ മണിസ്വാമി പറഞ്ഞ ഒരു ആളുടെ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇത് ഒരുപാട് ചരിത്രവും ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ്. ഒരുപാട് ആളുകൾ ഇവിടെ നിത്യവും കുറെ സ്ഥലങ്ങളിൽ നിന്ന് വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് സ്വാമിയോട് ചോദിച്ചറിയാം. അപ്പൊ മാക്സിമം ഈ ആളുകൾ ഇത് ആദ്യമായിട്ട് ഇത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഞാൻ അപ്ലോഡ് ചെയ്യും ഈ വീഡിയോ. അപ്പൊ മാക്സിമം ആളുകൾ ഇത് എല്ലാ ആളുകളിലേക്കും എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഈ അമ്പലത്തിന്റെ ക്ഷേത്ര കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളത് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക കേട്ടോ. ഫേസ്ബുക്കിലാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. അപ്പൊ ഞാൻ എന്തായാലും ഈ അമ്പലത്തിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഇതൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം. ഇതിന്റെ ഫോൺ നമ്പറും കൊടുക്കാം. ഓക്കെ. ഇതാണ് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് അട്ടപ്പാടി റൂട്ടിൽ ആണ്ടിപ്പാടം അമ്മേ ദേവി ക്ഷേത്രം. മഹാലക്ഷ്മിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. തൊട്ടടുത്തായി മഹാവിഷ്ണുവും നാഗദൈവങ്ങളും ഭദ്രകാളിയുമുണ്ട്. മണിസ്വാമിയാണ് ഇവിടുത്തെ കോമരം. ദേവിക്കരികിലിരുന്ന് ഭക്തരോട് കൽപ്പനകൾ പറയുന്നതാണ് ഇവിടുത്തെ രീതി. ദേവിക്കരികിലിരുന്ന് നടയടച്ച് മന്ത്രങ്ങൾ ചൊല്ലുന്ന കോമരം അല്പസമയത്തിനകം ദേവിയായി മാറുന്നു. ദേവിയുടെ ശബ്ദത്തിൽ ഭക്തരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയുന്നു. ഡോക്ടർമാർ മടക്കി അയച്ച മാറാരോഗത്തിന് അടിമപ്പെട്ടവർ പോലും ഇന്നും യാതൊരു പ്രശ്നവുമില്ലാതെ ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിച്ചിരിക്കുന്നതായും ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ പേജ് ഫോളോ ചെയ്യുന്നതോടൊപ്പം ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമസ്കാരം. പേര്? ജിജിത. വീട്? മണ്ണാർക്കാട്. കുറെ വർഷമായി ക്ഷേത്രത്തിൽ വരാൻ തുടങ്ങിയിട്ട്? 3 വർഷത്തോളം. 3 വർഷമായി അല്ലേ? ഇപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. കുറെ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിച്ചായിട്ടും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ നടന്നായിട്ട് കേട്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടാണോ ഇവിടെ വരുന്നത്? അതെ. അനുഭവം എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. അനുഭവം എന്ന് പറഞ്ഞാല് എന്റെ അമ്മയ്ക്ക് തീരെ വയ്യാണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നത്. അമ്മയ്ക്ക് ഗർഭത്തില് മുഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞതായിരുന്നു. അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ അമ്മേനെ കൂട്ടി കൊണ്ടുവന്നു. അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാല് അമ്മയുടെ കൽപ്പന കേട്ട് കഴിഞ്ഞാൽ മാറി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മേനെ കൂട്ടി ഇങ്ങോട്ട് വന്നു. അമ്മേനെ കൂട്ടി ഇവിടെ വന്നതിന് ശേഷം അമ്മന്റെ കൽപ്പന വന്നതിന് ശേഷം അതൊക്കെ മാറി. പിന്നെ ഞങ്ങള് ഓപ്പറേഷന് വേണ്ടിട്ട് അമ്മയ്ക്ക് വാശി പിടിച്ചു പോണെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടു. അവിടെ പോയിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഗർഭാശയത്തിൽ മുഴയില്ല, കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞു. അതൊക്കെ അനുഭവമാണ്. എന്താ വെച്ചെങ്കിൽ അവിടെ അമ്മന്റെ ഇതും കൊണ്ടാണ് വിശ്വാസമായത്. പിന്നെ എന്റെ ഭർത്താവിനെ എപ്പോഴും വഴക്കായിരുന്നു, കള്ളു കുടിച്ച് എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. എന്നും വെള്ളടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവരിവിടെ വന്നതിന് ശേഷമാണ് അവന്റെ ഭർത്താവിനെ കൂട്ടി കൊണ്ടുവന്നത്. ഞങ്ങള് ഇവിടെ വന്നിട്ട് അമ്മന്റെ അനുഗ്രഹത്താലൊക്കെ ശരിയായി, ക്ലിയർ ആയി. അപ്പൊ ഒരുമിച്ച് പോണു, കുഴപ്പമില്ല, ജീവിതം മുന്നോട്ട് പോണു. കുറച്ചുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ കുറെ കാലമായി ക്ഷേത്രത്തിൽ? 3 വർഷം കഴിഞ്ഞു. ശരി. നമ്മളിവിടെ എന്തെങ്കിലും ഒരു നടന്ന അനുഭവങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ ഞാൻ 3 കുട്ടികൾ ചെറുതാണ്. ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞാണ്. ഇങ്ങനെ പട്ടിണി, ദാരിദ്ര്യം, അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാ കഴിഞ്ഞാണ്. വീടോ സ്ഥലമോ ഒന്നുമില്ല, ഒരു വരുമാന മാർഗം ഒന്നും ഇല്ലാതെ കഴിഞ്ഞാണ്. അപ്പൊ എല്ലാം കൊണ്ടും മെച്ചാണ്. സ്ഥലത്തിനുള്ള അഡ്വാൻസ് കൊടുത്തു, സ്ഥലം പേർക്കാവുള്ളതൊക്കെ ആയി. അതൊക്കെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നേടിയതാ. ഇവിടെ വന്നതിന് ശേഷം അമ്മ പറഞ്ഞു സ്ഥലം അടക്കാവുന്നു. അത് കഴിഞ്ഞിട്ടാണ് അതൊന്ന് ശരിയായത്. പിന്നെ അത് കൂടാതെ കാലിന് ഏറ്റ് നടക്കാൻ കഴിഞ്ഞാതില്ല. ഞാൻ ഇങ്ങനെ കുണ്ടിച്ച് വെച്ചിട്ടാ കാല് വെച്ചാന്ന്. പക്ഷെ അതൊക്കെ അമ്മ ഇവിടെ വന്നിട്ട് അമ്മ കുറച്ച് വിഭൂതി തന്നു. അത് തന്ന് 3 ദിവസം തേക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ കാലുവേദന ഒന്നും ഉണ്ടായിട്ടില്ല.
അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ ഇവിടെ വന്നൊരു കൽപ്പന കേട്ടാൽ മതി, മനസ്സിന് നല്ല സമാധാനമാണ്. ഒരു പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജി. നമുക്ക് എത്ര സങ്കടം ഉണ്ടെച്ചാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സന്തോഷത്തിൽ പോവാ. ഇവിടുത്തെ ഒരു കൽപ്പന കേട്ടാ മതി. സ്ഥിരമായിട്ട് വരാറുണ്ടോ? ഇടയ്ക്കൊക്കെ വരും ഞാൻ. എന്റെ പേര് ശാന്ത. ശാന്ത. വീട് എവിടെ? വീട് മൈലാമ്പാടം. മൈലാമ്പാടം. മൈലാമ്പാടം ഇവിടെ അത്ര ഇതില്ലല്ലോ അല്ലേ? പള്ളിക്കുന്ന് മൈലാമ്പാടം. ശരി. അപ്പൊ ഇവിടെ കുറെ കാലമായോ വരുന്നു? ഇവിടെ 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? വന്ന ശേഷം കുട്ടികള് ഭർത്താവൊക്കെ മദ്യപിച്ച് അങ്ങനെ നടക്കായിരുന്നു. വീട്ടില് ഒരു സ്വസ്ഥയും സമാധാനം നമുക്ക് തരില്ല. അപ്പൊ ഇവിടെ വന്ന ശേഷം ഭർത്താവിനെ ഞാൻ ഇവിടെ കൊടുന്ന് കൽപ്പനയൊക്കെ ഇട്ട് അമ്മ ഭർത്താവിനെ നേരാക്കി തന്നു. അതേപോലെ 2 ആൺകുട്ടികളെ എനിക്ക് ഒക്കെ 28ഉം 29ഉം വയസ്സായി കുട്ടികൾക്ക്. അവര് ഒരു പണിക്കും പോവില്ല, കിട്ടുന്നത് മദ്യപിച്ച് നടക്കല്ലേ. വീട്ടില് മൂത്ത മോനിന്റെ ഭയങ്കര കച്ചറയും കാര്യങ്ങളും തല്ലാനടക്കം വന്നിരുന്നു. മൂത്ത മോനെ മദ്യപിച്ചിട്ട് ഭയങ്കര കഷ്ടപ്പെട്ട ജീവിതം. അങ്ങനെയാണോ ഇവിടേക്ക് വരുന്നത്? ഈ ക്ഷേത്രം വരുന്നത് എങ്ങനെയാ അറിഞ്ഞത്? ഈ ക്ഷേത്രത്തെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞത്? പറഞ്ഞു ഇങ്ങോട്ട് ഇങ്ങനെ ഒരു അമ്പലം ഉണ്ട് മണ്ണാർക്കാട്, അവിടെ പോയി നോക്കി നിങ്ങളെ കുട്ടികളും ഭർത്താവും നേരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്നെ കൊടുന്നാക്കി ഒറ്റയ്ക്ക് ചോദിച്ചറിഞ്ഞ അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് ഇവിടെ വന്ന് നോക്കുമ്പോ എന്റെ മൂത്ത മോനെ നേരാക്കി തന്നു, മദ്യപാനത്തിൽ നിന്ന് ഒഴിവാക്കി തന്നു. അതിനുശേഷമാണ് വിശ്വാസം. എന്റെ മൂത്ത മോനെ ഇവിടുന്ന് നേരാക്കി തന്നു. അതാ ഭയങ്കര വിശ്വാസം. എന്റെ മൂത്ത മോനെ അങ്ങനെ കുടിച്ച് സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വരില്ല. അങ്ങനെ കുടിച്ച് നടക്കുന്നു എന്റെ കുട്ടി. 2 കുട്ടികളും നേരായി ഇവിടെ വന്നിട്ട് അല്ലേ? കരയണ്ട, അപ്പൊ ശരിയാവും കേട്ടോ. എന്റെ മൂത്ത മോനെ ഇവിടുന്ന് അമ്മ നേരാക്കി തന്നു. ഇപ്പൊ എന്ത് സംഘടനെങ്കിലും നമ്മളിവിടെ വന്ന് പറഞ്ഞാല് നമുക്ക് പിന്നെ ഇവിടെ വന്നാ ഒരു സമാധാനം. പോകുമ്പോ നമ്മള് സന്തോഷിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോവുക. നമ്മളിവിടെ ആഴ്ചയിൽ വരും. അങ്ങനെ ആളുകളെ ഞാൻ ഇവിടെ കൊണ്ടും എന്റെ അവസ്ഥ പറഞ്ഞപ്പോ അവരൊക്കെ എന്റെ ഒപ്പം എല്ലാരും വിളിച്ചാ ഇവിടെ വരും. അവര് കൽപ്പന കേട്ട് പോവും. അപ്പൊ അവര് ചേച്ചി നിങ്ങൾ എന്നാ അമ്പലത്തേക്ക് ഇനി പോണു, ഞങ്ങളുണ്ട് കൂടെ എന്നിട്ട് എന്നോട് പറയും. അപ്പൊ ഞാൻ കൊണ്ടുപോയി. ലക്ഷ്മി. വീട് എവിടെ ലക്ഷ്മി ചേച്ചിയുടെ? തെങ്കര. തെങ്കര റൂട്ട്. ശരി. ഇവിടെ എപ്പോഴും വരാറുണ്ടോ? ഉണ്ടല്ലേ? എപ്പോഴും വരും ഞാൻ. എന്താ ഇവിടെ എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? തീരെ വയ്യാണ്ടായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോ അയാള് ഡോക്ടർ മടക്കി. അപ്പൊ അമ്മേദേവി ഇവിടുന്ന് എനിക്ക് ഭസ്മം കൊണ്ടുവന്ന് കെട്ടിയത്. അമ്മയുടെ ജീവനടുത്തുള്ളത്. അതിനുശേഷമാണ് ഇവിടെ അത്രയും വിശ്വാസം അല്ലേ? നല്ല വിശ്വാസം. എന്റെ അമ്മേനെ, അമ്മയുടെ ജീവിതത്തിൽ ദൈവമാണ് അമ്മ. എന്റെ അമ്മയുടെ കൊണ്ട് ഞാൻ ജീവിച്ചു നിൽക്കുന്നു. വേറെ ആരുമല്ല എനിക്ക്. അമ്മ അത്രയ്ക്ക് വിശ്വാസം എനിക്ക്. അമ്മ ഞാൻ എപ്പോഴും തോന്നാൻ വരും. എപ്പോഴും വരും. എത്ര വർഷമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? 3-4 വർഷമായി. 3 വർഷമായില്ലേ? എങ്ങനെയാ ക്ഷേത്രത്തെ കുറിച്ച് അറിഞ്ഞത്? അറിഞ്ഞിവിടെ അടുത്തല്ലേ, ഭയങ്കരല്ലേ. അത് വരുമ്പോ ചെയ്യും. അപ്പൊ അങ്ങനെ അടുത്തല്ലേ. അപ്പൊ എപ്പോഴും ഇങ്ങോട്ട് വരും. എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ വളരെ സന്തോഷമാണ്. ഇപ്പൊ കുഴപ്പമില്ല അങ്ങനെ ജീവിച്ചു പോണു. ആ സൂക്കട് മാറിയപ്പോ ഒരു അസുഖമൊന്നുമില്ല. സൂക്കട് മാറി ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കും. മക്കൾ അമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മന്റെ ആരെയും സത്യതുള്ളിക്ക് അത്രേ ഉള്ളൂ പറയാന്. മക്കളൊക്കെ ഒരു കുഴപ്പമില്ല. എന്നിട്ട് ആ മക്കളുടെ ഒരു പെൺകുട്ടിയുടെ ഒക്കെ കുഴപ്പമില്ല ജീവിക്കുന്നു. അവർക്ക് നമ്മുടെ ആരോഗ്യം ഇതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഒരു തടസ്സമില്ലാണ്ട്. നമ്മുടെ ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ കോമരം മണിസ്വാമി. അപ്പൊ നമുക്ക് മണിസ്വാമിയുടെ ഈ ക്ഷേത്രത്തിന്റെ കഥകളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. അപ്പോ ഇവിടെ കോമരം തുള്ളിയിട്ടാണ് കാര്യങ്ങള് പറയുക, ആളുകളുടെ അടുത്ത് കൽപ്പന കൊടുക്കുക. അപ്പൊ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നിരവധി ആൾക്കാർ പുറത്തുനിന്നൊക്കെ കണ്ടമാന ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് ഇതിന്റെ കാര്യങ്ങളും കഥകളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. നമസ്കാരം സ്വാമി. നമസ്കാരം. അതത് എത്ര വർഷമായി ക്ഷേത്രം? ഇത് ക്ഷേത്രമായിട്ട് കുറെ വർഷമായി. അച്ഛനുള്ള കാലത്തിന് മുമ്പ് മുതലേ ഉള്ള ക്ഷേത്രം. കൊടുങ്ങല്ലൂർ അമ്മയായിരുന്നു. അച്ഛൻ കൊടുങ്ങല്ലൂർ പോണ ആളായിരുന്നു. അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അച്ഛൻ പിന്നെ മകൻ അച്ഛനും അച്ഛന്റെ ആ ദേവി എനിക്ക് ഇതിപ്പോ ഇവിടെ ഏറ്റവും പ്രധാനം കൽപ്പന കൊടുക്കലാണ്. കൽപ്പന പറയാനാണ്. ഇപ്പൊ മഹാലക്ഷ്മി ആയിട്ട് ഇപ്പൊ 1 വർഷമായിട്ടുള്ളൂ. 1 വർഷമായിട്ടുള്ളൂ. അമ്മ കൈലാസത്തിൽ നിന്ന് വന്നു അമ്മ പറഞ്ഞു. എവിടുന്ന് അമ്മ വന്നു ചോദിച്ചപ്പോ കൈലാസത്തിൽ നിന്ന് വന്നു പറഞ്ഞു. അപ്പൊ മഹാലക്ഷ്മി കൽപ്പന ആദ്യം കൊടുങ്ങല്ലൂർ എന്നത് കൽപ്പനയായിരുന്നു. അപ്പൊ പിന്നെ 1-2 കാര്യങ്ങളെ പറഞ്ഞിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാ കാര്യങ്ങളും അവര് കൃത്യമായി യഥാർത്ഥ കാരണം എന്താന്നുള്ളത് അമ്മ പറയും. കുറഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ മൊത്തം എന്താണ് കൃത്യമായി കാരണങ്ങള് എങ്ങനെ വന്നു, പിന്നെ ആ കൃത്യ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് അമ്മ തീർത്ത് എന്താണ് പ്രശ്നം എന്നുള്ളത് അത് അമ്മ തീർത്ത് കൊടുക്കും ചെയ്യും. ഇപ്പൊ നമ്മൾ ഈ ഓരോ വീടുകളിൽ ഇങ്ങനെ കുറെ ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കുറെ ചെയ്തിട്ടുണ്ട്.
അപ്പൊ നമ്മളിത് വരാൻ ഈ ഒരു വിഗ്രഹം ഇവിടെ എത്താനൊരു കഥ ഉണ്ടാവും, എന്റെ ബാക്കിൽ ഒരു ഇതുണ്ടാവല്ലോ, അതെങ്ങനെയത് അതിന്റെ ഒരു ഐതിഹ്യം? വിഗ്രഹം വരാനുള്ള കാരണം അച്ഛന്റെ ദൈവം, അച്ഛൻ ആദ്യം തന്നെ വിഗ്രഹം വെച്ചിരുന്നില്ല, വെറും തറയില് ചെറിയൊരു കല്ല് പൂജ അങ്ങനെ ചെയ്യുന്ന ആളായിരുന്നു. പൂജ ചെയ്യണ ആയിരുന്നു. ഇവിടത്തെ തറയായിരുന്നു, ചെറിയൊരു തറ. അങ്ങനെ അച്ഛൻ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം ആ ദേവിയും അച്ഛനും എന്റെ ദേഹത്ത് വന്നു. അതിലങ്ങനെ പിന്നെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണിച്ചു തരാൻ തുടങ്ങി. വിഗ്രഹം കുറെ പ്രാവശ്യം കാണിച്ചു തന്നു. ഒരു ക്ഷേത്രം പണിക്കാര് കെട്ടുന്നതും പ്രതിഷ്ഠിക്കുന്നതും വിഗ്രഹത്തിന്റെ രൂപം കാണിച്ചു തന്നു ആദ്യം. സ്വപ്നത്തിൽ ഇങ്ങനെ കാണിച്ചിരുന്നു. അതെന്താന്ന് നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് ABCD ഒന്നും അറിയില്ലല്ലോ എങ്ങനെ വേണം. എന്നിട്ട് ഞാൻ എപ്പോഴും കാണിക്കും. പിന്നെ ഞാൻ അതിന്റെ മുന്നിൽ ചെന്നിട്ട് ഈ പട്ടും പിന്നെ പട്ടെടുത്തിട്ട് വാളുകൊണ്ട് വെട്ടല് സ്വപ്നത്തിൽ ഇങ്ങനെ കാണും. വെട്ടണത് സ്വപ്നത്തിലല്ല, നേരിട്ടല്ല, സ്വപ്നത്തിൽ ഇങ്ങനെ കാണും. എന്നിട്ട് ഒരു ദിവസം നേരം വെളുക്കണതിന്റെ മുന്നേ അമ്മ ഇളകിണ്ട് വന്നു, ശരീരത്തിൽ കണ്ട് ഇളകി വന്നിട്ട് അമ്മയ്ക്ക് ക്ഷേത്രം കെട്ടുന്നു, കൊടുങ്ങല്ലൂർ അമ്മ ക്ഷേത്രം കെട്ടുന്നു. അങ്ങനെ പിന്നെ കൽപ്പന വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇവർക്കൊക്കെ വീട്ടുകാർക്ക് എല്ലാവർക്കും കൽപ്പന കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അവർക്ക് വിശ്വാസമായപ്പോ പുറത്ത് പറയണമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തും പറഞ്ഞു. അതിലങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ അങ്ങനെ 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 പിന്നെ വാക്കിലമ്മ മാറ്റി കൊടുക്കുക, പറഞ്ഞത് മാറ്റി കൊടുക്കുക. ഈ സൂക്കടായാലും പാടില്ല, എന്ത് മരുന്ന് കഴിച്ചിട്ട് ഏത് മാറാത്ത സൂക്കടായാലും പാടില്ല, മാറും. അങ്ങനെ മാറ്റി കൊടുക്കണം, കൽപ്പനയിലൊന്നും മാറ്റി കൊടുക്കാം. പിന്നെ 7 ആഴ്ച അമ്മയ്ക്ക് മുടങ്ങാതെ ഇവിടെ വരണം അമ്മയിലേക്ക്. കൽപ്പന കേട്ട് അമ്മയ്ക്ക് പാലും പഴത്തിനും സമർപ്പിക്കുക. ഏറ്റവും ഇവിടെ വഴിപാടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതന്നെ ഉള്ളൂ. പാലും പഴം അമ്മയ്ക്ക് സമർപ്പിക്കാം. അത് ദിവസം രാവിലെ കൊടുക്കും, ഉച്ചയ്ക്കും വൈകുന്നേരം കൊടുക്കും. അപ്പൊ തരുന്ന ആളുകളുടെ പേരുന്നാളും വന്ന് ഞാൻ അമ്മയ്ക്ക് കൊടുക്കും. അതാണ് ഇപ്പൊ ഇവിടുത്തെ ഒരു വഴിപാടായിട്ട് ആകെ ചെയ്യാറുള്ളത്. ഇടയ്ക്ക് അമ്മ പറയും പാൽപ്പായസം വേണമെന്ന് അറിയും, ചിലപ്പോ കഠിനപ്പായസം. അവര് വരുന്ന ആളോടൊന്നും പറയില്ല, അതിനോട് പറയും, ഇവളോട് പറയും വേഗത്ത് കയറിയിട്ട് അമ്മയ്ക്ക് പാൽപ്പായസം വെക്കണം. അപ്പൊ പാൽപ്പായസം വെക്കും. കഠിനപ്പായസം വേണമെന്ന് പറഞ്ഞാൽ കഠിനപ്പായസം വെക്കും. അറിയുള്ളൂ. ചേച്ചിയുടെ പേരെന്താ? മിനി. ചേച്ചി ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ എപ്പോഴും ഉണ്ടാവും അല്ലെ, എല്ലാ സഹായിയായിട്ട്. ഇവിടെ വിശേഷ ദിവസങ്ങൾ വല്ലതും ഉണ്ടാവാറുണ്ടോ? എന്തെങ്കിലും ആഘോഷങ്ങള്? ഭരണി ദിവസം അല്ലെ. ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം വലിയ ഇനി തുടങ്ങണം അതേപോലെ അല്ലെ. തീർച്ചയായിട്ടും എന്തായാലും വലിയ രീതിയിൽ ക്ഷേത്രം ഉയർന്നു വരട്ടെ. എനിക്ക് വന്നാൽ തന്നെ തൃപ്തിയാകും, അവർക്ക് സന്തോഷാവും. അതല്ലേ. അമ്മ കറക്റ്റുള്ള കാര്യങ്ങളും പറയും, തീർത്താൻ കൊടുക്കും. അത് സത്യാണ്. എത്ര വലിയ അസുഖങ്ങളോ മരുന്ന് കഴിച്ചിട്ട് ഭേദമില്ലാത്തത് മുഴുവൻ ഇവിടെ വന്നാൽ മാറ്റി കൊടുക്കും. പിന്നെ പറഞ്ഞില്ലേ, വഴക്കുള്ള ആളുകളുണ്ട്, പിന്നെ കള്ളു കുടിച്ച് നടക്കണ ആളുകളുണ്ട്, വാക്ക് തർക്കവും, പിന്നെ പറഞ്ഞാത്ത കേൾക്കാത്തതും, ജോലി കിട്ടാത്തതും, മക്കളാവാത്തതും എല്ലാത്തിനും അമ്മയ്ക്ക് നിസ്സാരമുള്ളൂ. നമ്മുടെ അടുത്ത് അതിനുള്ള പരിഹാരം ഉണ്ട്, അമ്മയടുത്തുണ്ട്. നമ്മടത്തില്ല കേട്ടോ. നമ്മൾ സാധാ മനുഷ്യനാണ്. ഞങ്ങളെ പോലെ തന്നെ സാധാ മനുഷ്യൻ. ഞാൻ 2 മാലിട്ടു, ഒരു പട്ട് കെട്ടി. അത് അമ്മേരെ നിർബന്ധം, അല്ലെങ്കിൽ വെറും ലുങ്കി അല്ലല്ല. പുറത്തു പോകുമ്പോ വെള്ളം കെട്ടിയോണ്ട് നടക്കണം. ഈ കൽപ്പന കൊടുക്കുമ്പോ ശബ്ദമൊക്കെ മാറുമല്ലോ. അതാ ഇന്നൊപ്പ സൈക്കിളിലേക്ക് അമ്മ വരുമ്പോ അത് ആ ശബ്ദം അപ്പളെ വരും. ആ ശബ്ദം അപ്പളെ വരും. ശരി. അപ്പഴേ അപ്പൊ അങ്ങ് തന്നെ ഓട്ടോമാറ്റിക് അത് വരികയാണ്. തന്നെ വരുന്നത്. അത് എനിക്ക് പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. അതാണ് ശരിക്കൊരു മനുഷ്യ സംസാരിക്കുമ്പോൾ തന്നെ അമ്മ ഈ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ അങ്ങനെ തന്നെ സംസാരിക്കും. ഓർമ്മയില്ല ചിലതൊന്നും, കൂടുതലൊരു 3/4 ഓർമ്മ ഉണ്ടാവും. പിന്നെ ആലോചിക്കണം, അല്ലെങ്കിൽ ഇവളോട് ചോദിക്കണം എന്താ പറഞ്ഞെന്നുള്ളത്. ഇവളോട് ചോദിക്കണം. പന്നവർക്ക് ഇപ്പൊ എന്താ പറഞ്ഞ ഇവളോട് ചോദിക്കും ഞാൻ. അതല്ലേ. എന്താ പറഞ്ഞ അപ്പോൾ പറയും. എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഓർമ്മയുണ്ടാവില്ല. പിന്നെ എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. എനിക്ക് വേറെ സിദ്ധി ഒന്നുമില്ല. അമ്മ കയറി പറയും, അത്രേ ഉള്ളൂ. സാധാ മനുഷ്യനാണ് ഞാൻ. ഒന്നും ദേഹത്ത് ഇങ്ങനെ കയറി. അമ്മനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ നിന്റെ ശിരസ് മുതൽ പാദം വരെ അമ്മയ്ക്ക് സമർപ്പിച്ചു. എന്റെ ഹൃദയം മുഴുവനായി സമർപ്പിച്ചു. ബാക്കിയുള്ളത് ഇവൾക്ക് കൊടുത്തു. ആർക്ക്? ഇവൾക്ക്. അമ്മയ്ക്ക് കൊടുക്കും. എന്റെ മുഴുവൻ ശരീരം ഞാൻ സമർപ്പിച്ചു. എന്റെ ശരീരം അമ്മയ്ക്ക് സമർപ്പിച്ചതിന് ശേഷം അമ്മ ഇവൾക്ക് കൊടുത്തിരിക്കാം എന്റെ ശരീരം. മനസ്സിലായോ? ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ചു, അമ്മ എന്റെ ശരീരം. നിങ്ങളുടെ രൂപത്തില് ചേച്ചി മാറും അല്ലേ? അമ്മ ഭാര്യയും ഭർത്താവുമാണല്ലോ. അപ്പൊ അമ്മയ്ക്ക് എന്റെ ശരീരം അവൾക്ക് സമർപ്പിച്ചു. അപ്പൊ എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് ഈ ക്ഷേത്രത്തിന്റെ ഒരു ചൈതന്യം എത്തട്ടെ.
എത്തട്ടെ, എല്ലാരും വന്നോളൂ, ധൈര്യമായിട്ട് ഗ്യാരണ്ടി ആയിട്ട് വരാം. ഞാൻ ഗ്യാരണ്ടി പറയാം. അമ്മ മാറ്റി കൊടുക്കും ചെയ്യും. അത്രയും കൃത്യ കൽപ്പന, ഭയങ്കരം തന്നെ കൽപ്പന. ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും ഇപ്പൊ ഈ വെച്ചാരാധന തുടങ്ങിയത്? ഈ ക്ഷേത്രം കെട്ടിണ്ടാക്കിയിട്ടില്ല മൊത്തം ഇതിന്റെ ഒരു ആരാധന തുടങ്ങിയിട്ട് അച്ഛന്റെ കാലത്തുള്ളതാണ്. അതൊക്കെ ഓർമ്മ. 100 വർഷം അത്രയൊക്കെ ഉണ്ടാവും. 100 വർഷത്തിലധികം ഉണ്ടാവും. ആ മാര്യം പൂജയൊക്കെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു അല്ലെ? 100 വർഷത്തിന്റെ ഒക്കെ മുകളുണ്ടാവും. ഇവിടെ ഇപ്പൊ കുറെ പ്രതിഷ്ഠകൾ കണ്ടു. എന്തൊക്കെയാ ഇവിടെ പ്രതിഷ്ഠകൾ ഉള്ളത്? മഹാലക്ഷ്മി ഉണ്ട്, മഹാലക്ഷ്മി, ഭദ്രകാളി ഉണ്ട്, ഭദ്രകാളി, പിന്നെ വീരഭദ്രൻ, സർപ്പം, പിന്നെ ഗുരുക്കന്മാര്, ആ ശ്രീകോലിനകത്ത് നാരായണസ്വാമി, മഹാവിഷ്ണു. മഹാവിഷ്ണു ആണ് അതിന്റെ ഉള്ളിൽ അല്ലേ? നാരായണ. അപ്പൊ മഹാവിഷ്ണുവിന്റെ പൂജകളും ഇവിടെ കൃത്യമാണ്. അപ്പൊ മഹാവിഷ്ണുവിന് കുടിയിരുത്തുമ്പോ അതിന്റെ ആഘോഷങ്ങളൊക്കെ നടത്താറുണ്ടോ? അല്ല, ഒക്കെ ഇതിൽ പെട്ട. അമ്മ പറയണത് അമ്മയിലുണ്ട് എന്നാ പറയാ. അപ്പൊ അതിനൊരു സ്ഥാനം കൊടുക്കണം എന്നാ പറഞ്ഞിരിക്കണം. അപ്പൊ അയ്യപ്പനായാലും ഹനുമാനായാലും മുരുകനായാലും ഗണപതി ആയാലും അമ്മയിലല്ലാണ്ട് എന്നാലും അവർക്കൊരു സ്ഥാനം കൊടുക്കണം. പൂവെള്ളം നൽകാൻ അവർക്കൊരു സ്ഥാനം കൊടുക്കണം. പ്രധാന എല്ലാം ലയിച്ചു ചേർന്ന ഒരു സംഭവമായിട്ടാണ് മൊത്തം ചെയ്യുന്നത് അല്ലെ? അതായത് ശരിക്കും ദൈവം എന്നാ പറയുന്നത്. അപ്പൊ ഈ നാഗത്തിനൊക്കെ വേറെ രീതിയിലാണ് പൂജകൾ, പഴവും അതൊക്കെ വേറെ പൂജയായിട്ട് അത് വേറെ കൊടുക്കും. നിത്യ രാവിലെ കൊടുക്കും. അല്ല, ഈ നാഗപ്രതിഷ്ഠുള്ള സ്ഥലത്തൊക്കെ ഈ അയിലും അതൊക്കെ കൃത്യമായിട്ട്? അല്ല, അതിപ്പോ അടുത്ത് ചെയ്തിട്ടില്ല, പിന്നെ മുന്നേ കുറച്ച് ചെയ്തിരുന്നു അല്ലെ? അപ്പൊ ഇനി എല്ലാം കുറെ കാര്യങ്ങൾ തുടർന്ന് വരാനുണ്ട് അല്ലെ? കൊറോണയുടെ ശേഷം നമുക്ക് ശേഷം വല്ലാണ്ട് അതായില്ല. അപ്പൊ നമുക്ക് ഇനി തുടങ്ങി വരണം അല്ലെ? ഓക്കെ. ഇപ്പൊ കൃത്യ കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങി. മഹാലക്ഷ്മി വന്നതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല. നമുക്കൊന്നും അറിയില്ലല്ലോ. നമ്മൾ സാധാരണ മനുഷ്യനല്ലേ, ഒരു മന്ത്രം പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. അമ്മ കേറുന്ന അമ്മേനോട് ഞാൻ പറഞ്ഞു, നമുക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അമ്മ കേറി ചൊല്ലിക്കോളും. ഇതാ അമ്മയ്ക്കുള്ള ശരീരം, ബാക്കി ഒന്നും എനിക്കറിയില്ല. അമ്മയുടെ മക്കളാണ് വന്നിരിക്കുന്നത്. അമ്മ കേറി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാതിരിക്കും. നടന്നൊന്നും നമ്മൾ അറിയുന്നില്ല. ബാക്കി പറഞ്ഞതൊന്നും ഓർമ്മ ഉണ്ടാവില്ലേക്ക്. അപ്പൊ എന്ത് പ്രശ്നം അമ്മയ്ക്ക് നിസ്സാരമുള്ളൂ, ദൈവത്തിന് നിസ്സാരമുള്ളൂ. അമ്മ മാറ്റി കൊടുക്കും. അമ്മയുടെ വാക്കിൽ നിസ്സാരമുള്ള ആഴ്ച അമ്മയ്ക്ക് പാലും വെള്ളത്തിന് സമർപ്പിക്കണം. അത്ര, അല്ലാതെ വേറെ ചെലവൊന്നുമില്ല. ഇനിയിപ്പോ ഒഴിഞ്ഞു കളയേണ്ട ആളുകൾ വന്നാലും, ബാധുള്ള ആളുകൾ വന്നാലും, ശത്രുദോഷമുള്ള ആളുകൾ വന്നാലും, എന്ത് ദോഷത്തിനും അമ്മയുടെ കൽപ്പന കേട്ടിട്ട് അമ്മയുടെ വാക്ക് കിട്ടിയാൽ മതി, മാറും. 7 ആഴ്ച മുടങ്ങാതെ വന്ന് അമ്മയുടെ കൽപ്പന കേട്ട് പാലും പഴത്തിനും മാത്രം നൽകിയാൽ മതി. വേറൊന്നും വേണ്ട. അവർ ഉദ്ദിഷ്ട കാര്യങ്ങളും നടക്കുന്നുള്ള 100% ഉറപ്പാണ്. അതല്ല, അല്ലാതെ നമ്മള് ദൈവം എന്നല്ലട്ടെ, ഞാൻ സാധാ മനുഷ്യനാണ്. അമ്മ ഉഗ്രസ്വരൂപിണി ആയാല് 12 വാള് 12 വാള് അടുക്കി വെച്ച് ജടയൊക്കെ തെറുക്കി കൊടുങ്ങല്ലൂർ പോകും. 12 വാള് കിട്ടി. ഓർമ്മ പോലും ഉണ്ടാവില്ല. അത് ആളെങ്ങടൊക്കെ വരികയെന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഒരു കയറ്റാണ് ഇങ്ങോട്ട് വരും. എന്നാ കുറച്ചേരം ഉണ്ടാവും, പിന്നെ താഴെ, പിന്നെ കനി വരുമ്പോ പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അടുത്തൊന്നും ആരും നിൽക്കാൻ പറ്റില്ല. വാള് തെറുക്കി